UPI ഇടപാടുകളിൽ MDR ചാർജുകൾ ഏർപ്പെടുത്തുവാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം പിൻവലിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ പേയ്മെന്റുകളുടെ ദീർഘകാല പ്രായോഗികതയ്ക്കായി സുസ്ഥിരവും ശിക്ഷാർഹമല്ലാത്തതുമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിന് നിലവിലെ MDR രഹിത ഘടന ഉയർത്തിപ്പിടിക്കണമെന്നും പങ്കാളികളുമായി സുതാര്യമായ കൂടിയാലോചനകളിൽ ഏർപ്പെടണമെന്നും MP ആവശ്യപ്പെട്ടു. UPI ഇടപാടുകളിൽ MDR ചാർജുകൾ ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം പിൻവലിക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. 3000 രൂപയിൽ കൂടുതലുള്ള യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ UPI ഇടപാടുകളിൽ മർച്ചന്റ് ഡിസ്കൗണ്ട് നിരക്ക് വീണ്ടും അവതരിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം സാധാരണ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും MP പറഞ്ഞു. ഈ നിർദ്ദേശം ഉടൻ പിൻവലിക്കണമെന്നും ഇന്ത്യയെ ഡിജിറ്റൽ പേയ്മെന്റുകളുടെ മുൻനിരയിലേക്ക് നയിച്ച സീറോ MDR നയം തുടരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്ത് നൽകിയതായും MP അറിയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായ ഡിജിറ്റൽ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് UPI സിസ്റ്റം. രാജ്യത്തെ റീറ്റെയിൽ ഡിജിറ്റൽ പേയ്മെന്റുകളുടെ ഏകദേശം 80% ഇതിലൂടെയാണ് നിർവഹിച്ചു പോരുന്നത്. MDR വീണ്ടും അവതരിപ്പിക്കുന്നത് വ്യാപാരികളെയും ഉപഭോക്താക്കളെയും ഒരുപോലെ ബുദ്ധിമുട്ടിലാക്കും. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ കൈവരിച്ച പുരോഗതിയെ പിന്നോട്ടടിക്കും. അടിസ്ഥാന സൗകര്യ പരിപാലന ചെലവ് സംബന്ധിച്ച് ബാങ്കുകളും പേയ്മെന്റ് സേവനദാതാക്കളും ഉയർത്തുന്ന ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഉയർന്ന മൂല്യമുള്ള UPI ഇടപാടുകളിൽ MDR ചുമത്താനുള്ള നിർദ്ദേശം. എന്നിരുന്നാലും സാമ്പത്തിക ഭാരം അന്തിമ ഉപയോക്താക്കളിലേക്ക് മാറ്റുന്നതിലൂടെയല്ല, മറിച്ച് സർക്കാർ പിന്തുണയിലൂടെയാണ് ഇത്തരം ആശങ്കകൾ പരിഹരിക്കേണ്ടതെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. CDNet ന്യൂസ്, മാവേലിക്കര.